ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റാണ്. അത് നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പെപ്പർ, ഈ ഉള്ളികളും നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് നന്നായിട്ട് വരണ്ടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വരണ്ടി വരാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വരണ്ടി വരാനായിട്ട്. ഇത്തിരി ഉപ്പിട്ടു കേട്ടോ. പെട്ടെന്ന് വരണ്ടി വരും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവാമല്ലോ കറിയല്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വരണ്ടി വരും. ഇതാ വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആ മസാല ചേരുവകളെല്ലാം ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ പിന്നെ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ക്രീമി ആകാൻ പാടില്ല, അതേപോലെ തന്നെ വേണം. ഏകദേശം ഒരു മാവിൻ്റെ ടെക്സ്ചറായിട്ടായിരിക്കും നമുക്കിത് കിട്ടുക. കുറച്ച് വെള്ളം പാകം ചെയ്യുമ്പോൾ ഇത് ക്രീമി ആകാൻ പാടില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് എല്ലാ ഉള്ളിയിലും പിടിച്ച് നമുക്കൊന്ന് വരണ്ടി വരുന്നവരെ കറിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് അതിലോട്ട് മിക്സ് ആവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ആവുന്ന വിധം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി ജസ്റ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. ഇതൊന്ന് വെന്ത് വരണ്ടേ, നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ വരട്ടിയത് അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഇത് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എല്ലാതും പാകത്തിന് ഉണ്ടാവും നോക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഒന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടോ നോക്കുക കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്കപ്പോൾ ഇതൊക്കെ ചിക്കനൊക്കെ മസാല അടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ വരട്ടിയെടുത്ത് മുകളിലോട്ടാക്കിയതാണ് കേട്ടോ. നമ്മൾക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം. ഒരു ചെറിയ ചിക്കൻ കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇതിന് ടേസ്റ്റ് നോക്കാം. കാണുമ്പോൾ തന്നെ കൊതി വരില്ലേ, വായിക്കൂടെ വെള്ളം ഓടും, കപ്പലോടും, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് നാരങ്ങ കൂടി പിഴിയാണ് കേട്ടോ. കുറച്ച് നാരങ്ങ കൂടിയും പിഴിഞ്ഞിട്ട് നമുക്കിത് ആ ഉപ്പെല്ലാം എല്ലായിടത്തും ആവുന്ന വിധം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങ പിഴിയാം കേട്ടോ. പിഴിയണമെങ്കിൽ ഇത്തിരി സമയം എടുക്കില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ, വളരെ സ്വാദിഷ്ടമായ, നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ
ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റോടെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി. നാരങ്ങേൻ്റെതൊക്കെ നീരൊക്കെ നമുക്ക് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂളിലോട്ടാക്കി കൊടുക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയാം കേട്ടോ.